ഏപ്രിൽ മാസത്തിൽ യൂണിറ്റിന് 7 പൈസ നിരക്കിൽ സർചാർജ് പിരിക്കാൻ KECBയുടെ തീരുമാനം. ഫെബ്രുവരിയിലെ 14.38 കോടി രൂപയുടെ അധിക ബാധ്യത നികത്താനാണിത്. മാർച്ച് മാസത്തിൽ 8 പൈസയായിരുന്നു സർചാർജ്. ഫെബ്രുവരി വരെ 19 പൈസ വീതം സർചാർജ് ഈടാക്കിയിരുന്നു. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഏർപ്പെടുത്തിയിരുന്ന 10 പൈസയുടെ സർചാർജ് ഫെബ്രുവരിയിൽ തീർന്നതോടെയാണ് വൻ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഉപഭോക്താക്കൾ രക്ഷപ്പെട്ടത്. ഫെബ്രുവരിയിൽ 14.38 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടെന്നാണ് KECB വിശദീകരിക്കുന്നത്. വൈദ്യുതി നിരക്ക് കൂട്ടിയതിന്റെ ആഘാതം തന്നെ നിലനിൽക്കെയാണ് അധിക ബാധ്യതയുടെ ഭാരം കൂടി ഉപഭോക്താക്കളുടെ മേൽ കെട്ടിവെക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുതി ചാർജ് കൂട്ടിയപ്പോൾ തന്നെ 2025 ഏപ്രിൽ മുതലും യൂണിറ്റിന് 12 പൈസയുടെ വർധനയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം മാസം 250 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ 25% കൂടിയ വില ഏപ്രിൽ മുതൽ തന്നെ ഈടാക്കാനുള്ള നീക്കത്തിലുമാണ് KECB. പുതുക്കിയ വ്യവസ്ഥ അനുസരിച്ച് സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ളവർക്കും TOD ബാധകമാകുമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ പ്രഖ്യാപിച്ച നിരക്ക് വർധന അനുസരിച്ച് ജനുവരി 1 മുതൽ വൈദ്യുതി യൂണിറ്റിന് 16 പൈസ കൂട്ടിയിരുന്നു. മാത്രമല്ല ഏപ്രിൽ 1 മുതൽ 12 പൈസ ഇനിയും കൂട്ടുമെന്നും അറിയിച്ചു. അതുവഴി 4 മാസത്തിനിടെ 28 പൈസയുടെ വർധനയാണ് പ്രാബല്യത്തിലാകുന്നത്. ഏപ്രിൽ 1 മുതൽ നടപ്പാക്കുന്ന 12 പൈസയുടെ ഈ വർധന നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതിനാൽ സ്വാഭാവികമായി തന്നെ അത് പ്രാബല്യത്തിലാകും. പ്രത്യേക അറിയിപ്പുകളൊന്നും ഉണ്ടായേക്കില്ലെന്നതിനാൽ ഈ വില വർധനയ്ക്കെതിരെ കാര്യമായ എതിർപ്പിനും സാധ്യതയില്ല. അതേസമയം KECB ജീവനക്കാർക്ക് 4% DA അനുവദിച്ചു. ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. 2022 ജൂലൈ 1 അനുവദിക്കേണ്ടിയിരുന്ന DA വിഹിതമാണ് വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇതിന് മുൻകാല പ്രാബല്യമില്ല. 18 ചേർന്ന പൂർണ്ണ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് DA നൽകുന്നതിന് തീരുമാനമായത്. 2022 ജനുവരി 1 മുതലുള്ള 3% DA കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് അനുവദിച്ചത്. അതിന് മുൻകാല പ്രാബല്യം നൽകിയിരുന്നെങ്കിലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. DAക്ക് മുൻകാല പ്രാബല്യം നൽകാത്ത നടപടിയിൽ കേരള ഇലക്ട്രിസിറ്റി കോൺഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് പ്രതിഷേധിച്ചിരുന്നു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വൈദ്യുത ദീപാലങ്കാരം നടത്തുമ്പോൾ ജാഗ്രത വേണമെന്നും KECB മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗുണമേന്മ കുറഞ്ഞ പ്ലാസ്റ്റിക് ഇൻസുലേറ്റഡ് വയറുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഗുണനിലവാരമുള്ള വയറുകളും അനുബന്ധ ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കണമെന്ന നിർദ്ദേശത്തിലുണ്ടായിരുന്നു. ലോഹനിർമ്മിതമായ പ്രതലങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ദീപാലങ്കാരം നടത്താവൂ. പ്ലഗ്, സ്വിച്ച് എന്നിവ ഉപയോഗിച്ച് മാത്രം വൈദ്യുത കണക്ഷനുകൾ എടുക്കുക. വയർ നേരിട്ട് പ്ലഗ് സോക്കറ്റിൽ കുത്തരുത്. വയറിൽ മൊട്ടുസൂചി, സേഫ്റ്റി പിൻ ഇവ കുത്തി കണക്ഷൻ എടുക്കരുത്. വയർ ജോയിന്റുകൾ ശരിയായ തരത്തിൽ ഇൻസുലേറ്റ് ചെയ്തെന്നും ELCB, RCCB പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കണമെന്നും KECB അറിയിച്ചു. KECBയുടെ വൈദ്യുതി പ്രതിഷ്ഠാപനങ്ങൾക്ക് സമീപം അലങ്കാര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ നിന്ന് അനുവാദം വാങ്ങേണ്ടതാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അംഗീകാരമുള്ള കോൺട്രാക്ടർമാർ മാത്രമേ ദീപാലങ്കാര പ്രവൃത്തികൾക്ക് ചുമതലപ്പെടുത്താവൂ എന്നും KECB നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം പ്രതിമാസം 250 യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വൈകുന്നേരം 6 മണിക്ക് ശേഷമുള്ള പീക്ക് മണിക്കൂറുകളിൽ 25% അധിക നിരക്ക് ബാധകമാണെന്ന് KECB അറിയിച്ചു. എന്നാൽ രാവിലെ 6-നും വൈകുന്നേരം 6-നും ഇടയിൽ 10% കുറവ് നിരക്കിൽ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയും. വീട്ടിലെ വൈദ്യുത വാഹന ചാർജിങ്ങും വൈദ്യുതി വലിയ തോതിൽ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റ്, വാട്ടർ ഹീറ്റർ, മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗവും പകൽ സമയത്തേക്ക് മാറ്റുന്നത് വഴി വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്നാണ് KECB നിർദ്ദേശിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.